ഇന്നത്തെ ഞങ്ങളുടെ ഒരു മോർണിംഗ് കണ്ടാലോ? മോർണിംഗിലെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചിയാ സീഡാണ്. ചിയാ സീഡ് കുതിർത്തിട്ട് അതിൽ തേനും നാരങ്ങാനീരും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മറന്നു പോവും, ചില ദിവസം കുടിക്കും. പിന്നീട് എനിക്ക് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള പാൽ ചായ വെച്ചിട്ടുണ്ട്. പാൽ ചായയിൽ ആൾ മധുരം ഇടാറില്ല, മധുരം അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് മധുരം ഇടാറില്ല. അതിനുശേഷം മോൾക്കുള്ള പാല് കാച്ചി എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ എനിക്കുള്ള കട്ടൻ ചായ, ഹസ്ബൻഡിനുള്ള ചായ, മോൾക്കുള്ള പാല് ഇത്രയും റെഡിയായി. പിന്നീട് ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നത് കുടിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. ഞാൻ മാവ് അരയ്ക്കുമ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും സെപ്പറേറ്റ് മാവ് മാറ്റി വെക്കാറുണ്ട്. ഒരുമിച്ച് അരച്ചിട്ട് 2 പാത്രത്തിലാക്കി മാറ്റി വെക്കും. ആദ്യത്തെ ദിവസം ഇഡ്ഡലി റെഡിയാക്കും. പിന്നെ ബാക്കി നെക്സ്റ്റ് ഡേയിൽ ദോശ. മാക്സിമം ഒരു 2-3 ദിവസം കൊണ്ട് ഈ മാവ് തീരും. ഇത് മോൾക്കുള്ള ദോശയാണ്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. മോൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മാക്സിമം ഞാൻ എല്ലാ ഫുഡിലും നെയ്യ് ചേർക്കാൻ പറ്റുന്നതിലെല്ലാം നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്ന് ദോശയ്ക്ക് ചട്നിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇത് പച്ചമുളക് വെച്ചിട്ടുള്ള ചട്നിയാണ്, അതുകൊണ്ടാണ് കേട്ടോ വെള്ള കളറിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു കട്ടനും എടുത്തിട്ടുണ്ട്.